ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പത്രം വായിക്കരുത്. ഡാഡി അത് ക്യാൻസറിന്റെ ഒരു ലോക വിവരം ടീച്ചറടുത്ത് പറയണം. നീ ഡോക്ടറൊന്നുമല്ലല്ലോ ക്യാൻസറിന് ചികിത്സിക്കാൻ. അല്ലോ പത്രം വായിക്കാനുള്ള പ്രായമായിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട് പത്രം വായിച്ചാൽ മതി. ഒന്നാമത് പത്രത്തിൽ വരണ അങ്ങനത്തെ കാര്യങ്ങളാ. പഠിക്കാനൊന്നുമില്ലേ? ഇല്ല. എന്ത് ഇല്ല? സ്കൂളിൽ പഠിപ്പിരൊന്നും ഇല്ലേ? ഞാൻ പഠിച്ചതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പഠിച്ചതൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ? പഠിച്ചു തീർന്ന്. ഇന്നലത്തെ പഠിച്ചോ? ഓ എല്ലാം പഠിച്ചു. മാർക്ക് വരുമ്പോ കൂടെ അതെനിക്ക് കാണണം കേട്ടല്ലോ. എന്തേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 91% ഉണ്ടായിരുന്നല്ലോ. 91 അല്ല 100 എന്ന് പറഞ്ഞ പെർസെന്റേജ് ഉണ്ട് കേട്ടോ. അതിപ്പോ ഒരു എന്ത് തോന്നി? എന്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതിയല്ലോ. ഉച്ചയാവട്ടെ. അപ്പൊ എഴുന്നേറ്റാലും കുറ്റം. എഴുന്നേറ്റാലും കുറ്റം. നിങ്ങളെ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ. എത്ര ഇപ്പോഴാണോ ക്ലീറ്റോ ഒരു കുടുംബത്തെ എഴുന്നേറ്റ് വരുന്നത്? അല്ല ഞാനിവിടെ നേരത്തെ എഴുന്നേറ്റ് വന്നിരുന്നിട്ട് എന്താണ് മലമറിക്കാനൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഇച്ചിരി താമസിച്ച് എണീറ്റാ അത്രയും സമയം കൂടെ എൻ്റെ ചെവിക്ക് സ്വസ്ഥത കിട്ടും. ഇനിയിപ്പോ ചായ വേണ്ടേ? പല്ല് വെക്കാതെ തന്നാ കുടിക്കാം. പല്ല് വെക്കാതെ ഇനി മുതൽ ചായ തരില്ല. പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ. അത് തന്നെ ആ പെണ്ണു. ഇല്ല ഇന്ന് ഞാൻ കണ്ടുപഠിക്കണത് ഇന്ന് പല്ല് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വലിയ ആൾക്കാർ പലതും ചെയ്യും കേട്ടാ. അത് കണ്ടിട്ട് നീ അങ്ങനെ ശീലിക്കാൻ നിൽക്കണ്ട. ഇന്ന് പല്ല് വെച്ച് നീ ഇന്നല്ല എന്നും പല്ല് വെച്ചിട്ടേ ചായ കുടിക്കാവൂ. ഒരു കുടുംബത്തൊന്നും ഒരു കൈ സഹായിക്കാൻ വേണ്ടിട്ട് ഒരാളും ഉണ്ടാവും. വായിക്കണ്ട. ഒരു ദിവസം വർത്താനം പറയില്ല. എനിക്ക് അറിഞ്ഞൂടാ സഹായിക്കാൻ. അയ്യോ കൊണ്ടുവയ്ക്കുമ്പോ തിന്നാൻ അറിയാമോ? അതെ. എന്തേ? നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ. ഞാനൊരു കാര്യം പറയാൻ അങ്ങോട്ടിരിക്കുന്നു. ഞാനത് മറന്നിരിക്കുവായിരുന്നു. എന്നാ പറ. എന്തായാലും നിന്റെ കാര്യം പറ. നീ അല്ലേ ആദ്യം പറയാന്ന് പറഞ്ഞത്. വേണ്ട, ഇതെന്തായാലും നടക്കാൻ പോകാത്ത കാര്യമല്ലോ. അത് ആദ്യം പറ. പറയോ? എന്തോ അല്ല എഴുക്ക് ഓടിയാത്ത് ബുക്കെടുത്ത് പഠിക്ക്. എന്താ താല്പര്യം വലിയ ആൾക്കാർ വല്ലതും വർത്തമാനം പറയണത് കേൾക്കാൻ. ഈ ഒരു ശുഷ്കാന്തി പഠിത്തത്തില് പഠിക്കണുണ്ടേ ഞാൻ. തന്നെ പഠിക്കണുണ്ട്. ഭയങ്കര പഠിപ്പ് തന്നെ. നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ. ഏത് കൂട്ടുകാരൻ? എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. ഏതെന്ന് പറയൂ. കുട്ടപ്പൻ. ഏത് കുട്ടപ്പൻ? കുട്ടപ്പൻ ഇനി മേലാൽ അയാൾ കുടുംബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എപ്പോ വന്നിവിടെ? ഇന്നലെ വന്നിട്ടുണ്ടായി. ഇന്നലെ വന്നിട്ട് പോകുവോ എന്റെ പൊന്നോ. ഞാൻ പറഞ്ഞു വിടാൻ പറ്റ പാട്. കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു? കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഇത് ക്ലീറ്റോനെ കണ്ടിട്ടേ പോളൂ. എന്താണെന്ന കാര്യം പറയണ്ടേ? അതും പറയില്ല. പൈസ ഒന്നും ചോദിച്ചോ? പൈസ ഒന്നും ചോദിച്ചൊന്നുമില്ല. പൈസ ചോദിച്ചായിരുന്നെങ്കിൽ എന്റെ വായിരിക്കണ കേട്ടേനെ അയാള്. എനിക്ക് അന്നത്തെ വരവ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓട് മാറിയിട്ട് ഇപ്പോഴാ ചോർച്ച നിന്നിട്ടുണ്ടോ? അതെ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്താ പറഞ്ഞു? വേറെ എന്താ പറഞ്ഞു? ക്ലീറ്റോനെ കാണണം. അത് പെങ്ങളോട് പറയാൻ പറ്റില്ല. ക്ലീറ്റോനോടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നലെ എനിക്ക് 2-3 കോള് വന്നു. ഞാൻ എടുത്തില്ല, മിസ് കോള്. അതെ എന്റെ തങ്കം ഒന്ന് പറയണം. ഞാൻ പറയണമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഇതാണേ. ഇവനുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പ് പാർട്ടി ഓഫീസിൽ വന്നു. ഞങ്ങളൊരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിട്ട് എന്നെ വിളിച്ചിറക്കി കാണണം അത്യാവശ്യം. സംഭവം എന്താണ്? അവൻ്റെ ഭാര്യ ആയുർവേദ കോളേജിൽ കിടക്കണം. നടുവിന് പ്രശ്നം. അങ്ങനെ തൈലം വാങ്ങിക്കണം. അവിടെ കുറേ പൈസ ചിലവുണ്ട്. അതിനെ പൈസ ഇല്ലയെന്നും പറഞ്ഞിട്ട് എന്നെ വന്ന് ശല്യം ചെയ്ത് അവിടെ ഇരുന്ന് 1000 രൂപ മേടിച്ചോണ്ട് പോയി. ആരോട്? എന്റേതും മേടിച്ചു. 1000 രൂപ മേടിച്ചു. ഇതുവരെ പറഞ്ഞതൊക്കെ ഇതിൽ പൊളിഞ്ഞു. ക്ലീറ്റോ 1000 രൂപ കൊടുത്തതോ? അത് പാർട്ടി ഫണ്ട് ഉണ്ടായിരുന്നു പൈസ അവിടെ. അതിന്ന് മുക്കി ഇപ്പുറത്തോട്ട് അതിന്ന് മുക്കി ഇട്ടാലും ഇത് കണക്ക് ഞാനല്ലേ കാണിക്കേണ്ടത്. ചോദ്യം വരുമ്പോ കുടുംബത്തോട്ട് മുക്കാൻ പറ്റൂലല്ലോ. കരക്കാര് വരുമ്പോ ചോദിക്കുമ്പോ കൊടുക്കാനൊക്കെ അറിയാം. അതെ ഇവനിപ്പോ വലിയ ശല്യമായിട്ട് വന്നൊക്കെയാണല്ലോ. ഞാൻ അന്വേഷിച്ചപ്പോ ഇവന്റെ ഭാര്യയായിട്ട് 1 വർഷമായിട്ട് പിണങ്ങി കഴിയുക. ആ ഭാര്യയുടെ പേരും പറഞ്ഞാണ് ഇവൻ കാശ് വാങ്ങിച്ചത്. എന്ത് ചെയ്യുന്നാലേക്കേ. അപ്പൊ ഇവിടെ വരണമെങ്കിൽ അവന്ന് ശ്രദ്ധിച്ചോളെന്ന് പറയണമെന്ന് ഞാൻ വിട്ടേ പോയി. എന്നാലും കാശ് കൊടുത്തില്ലല്ലോ. കാശ് കൊടുക്കാൻ എന്റെ അടുത്ത് ഇരിക്കുന്ന കുറെ. അല്ല എനിക്കറിയാം നിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ മാനേജ് ചെയ്യുന്ന എനിക്കറിയാം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എങ്ങനെ ഒപ്പിക്കുന്നത്? എന്ത് ഇങ്ങനെയുള്ള കൂട്ടുകാരെ? കയ്യിലുള്ളത് മുഴുവൻ ഇങ്ങനെ ഉടായ്പ ആൾക്കാരാണല്ലോ. അവൻ എന്റെ കൂട്ടുകാരെന്ന് ആര് പറഞ്ഞു? അവൻ കൂട്ടുകാരൻ എടുത്ത് തലയിൽ ചുമന്നാണല്ലോ കൊണ്ടുവന്നാണ്. എന്റെ പൊന്നു മോളെ, അത് നമ്മൾ ഈ ഓടിന്റെ പണിയൊക്കെ തീരാൻ വേണ്ടി അവൻ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞാൽ അവന് വിഷമാവൂലേ? പണി നടക്കട്ടെ അതിന് വേണ്ടിട്ട് ഞാൻ പിന്നെ നമ്മൾ ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞല്ലേ. ഞാൻ നോക്കുമ്പോ ഇതിൽ കൂടി ഒലിച്ചിറങ്ങുമായിരുന്നു കുട്ടപ്പനോടുള്ള സ്നേഹം. എന്തായാലും പറയല്ലേ. അപ്പൊ ഞാനൊരു പ്രമുഖനൊക്കെ ആയി ഫേമസ് ആയ ഒരാളാകുമ്പോൾ ഇപ്പം ഒരുപാട് പേര് പറയും എന്റെ കൂട്ടുകാരനാണെന്ന്. ഇപ്പൊ തന്നെ പലരും പറയുന്നുണ്ടോ ഞാൻ മമ്മൂട്ടിന്റെ അടുത്ത കൂട്ടാണ്, ഞാൻ സുരാജിന്റെ അടുത്ത കൂട്ടാണ് എന്ന് പറയുന്നില്ലേ.
അത്രേ ഉള്ളൂ. പ്രമുഖന്മാർക്ക് ഇപ്പൊ ഇതാണ് പ്രശ്നം. പ്രമുഖം പോയി പല്ല് തച്ചിട്ടുണ്ടെങ്കിൽ ചായ തരാം. അത് അവർക്ക് അതിന് കിട്ടുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി കേറി ഇറങ്ങും ഇവിടെയൊക്കെ. അതെ, ഈ മാസവരി തരാനുള്ളവരടുത്ത് ഇനിയും കൃത്യമായിട്ട് എത്തിക്കാൻ പറയണം. കാരണം ഒന്നാമത് പാർട്ടി ഫണ്ട് ഇല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരുപാട് പേര് ഇനിയും പൈസ തരാനുണ്ട് കേട്ടോ. അവനെ നേതാവിന്റെ പഴയ കൂട്ടുകാരുണ്ടല്ലോ കുട്ടപ്പനാശാരി, അവൻ ഇന്നിവിടെ വന്നിട്ട് പോയി. ഇവിടെ ശരിയാളിയാ. അവ ഇവിടെ വന്ന് ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. അവൻ അളിയനെ കണ്ടിട്ടേ പോത്തോളൂ എന്ന് പറഞ്ഞ് ഒരേ വാശിയിലിരിക്കുക. എന്നാ കാര്യം ചോദിച്ചിട്ട് അവൻ പറയണ്ടേ, അതും പറയുന്നില്ല. കർത്താവേ, കാര്യം എന്തോന്ന്? പൈസ വാങ്ങിക്കാൻ അവന് കള്ളു കുടിക്കുക, അല്ലാതെ വേറെ എന്തോന്നു? ഏത് നേരത്താണോ അവനെ വീണ്ടും എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നത്? അല്ല, അത് അളിയന്റെ കയ്യിലെ കുഴപ്പമാണ്. എന്തോന്ന്? അന്ന് വലിയ ആളാവാൻ വേണ്ടിയിട്ട് 1000 രൂപ അങ്ങ് എടുത്ത് കൊടുത്തിട്ടല്ലേ? എടേ ഒരുത്തൻ വന്നിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ആശുപത്രി കിടക്കണം, അവിടെ കൊടുക്കാൻ പൈസയില്ല, മരുന്നിന് പൈസയില്ല, നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സലിയും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് സഹായിച്ചതല്ലേ? നമ്മളൊക്കെ ഇവിടെ മരിക്കാൻ കിടക്കുന്ന പറഞ്ഞാൽ 500 രൂപ തരൂല്ല, എടുത്ത് കൊടുത്തേക്കുന്നു. ആ വർത്താനം പറയല്ലേ അൻസാറേ. എന്ത്? നീ ഇതുപോലെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കടം ചോദിച്ചപ്പോൾ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യമല്ല, അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യവും തന്നിട്ടുണ്ട്. പിന്നെ നീ തിരിച്ച് തരാതായപ്പോഴാണ് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയത്. നമുക്ക് അനുഭവങ്ങളിൽ നിന്നല്ലേ ഓരോന്ന് പഠിക്കാൻ പറ്റൂ. ഇതിപ്പോൾ ഒരു അനുഭവം. ഇതൊക്കെയാണ് അളിയ, ഇതൊക്കെയാണ് അനുഭവങ്ങൾ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അളിയ ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ പൈസ തരാത്തത്. മനസ്സിലായ? ഓഹോ, എങ്ങനെയുണ്ട്? കൂടുതൽ നീ ആ വിഷയത്തിലോട്ടൊന്നും കിടക്കണ്ട. എനിക്ക് ഒരാൾ വന്നിട്ട് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കൊച്ചിന് എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയുമ്പോൾ എൻ്റെ മനസ്സലിയും, ഞാൻ അങ്ങ് കൊടുക്കും. ഇതിപ്പോൾ അന്വേഷിച്ചപ്പോലെ അവനും ഭാര്യയായിട്ട് 1 വർഷമായിട്ട് പിണക്കത്തിലാണെന്ന് അറിഞ്ഞത്. അല്ലേ, അവൻ പറഞ്ഞത് കറക്റ്റായിരിക്കും. വേറെ ആരെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാനായിരിക്കും. ഓടെ അവൻ അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കള്ളു കുടിക്കാൻ അല്ലാതെ വേറെ. പിന്നെ അന്ന് ഇവിടെ കുട്ടപ്പൻ വന്നപ്പോൾ നേതാവ് എൻ്റെ അടുത്ത് 1000 രൂപ കടം ചോദിച്ചില്ലേ കുട്ടപ്പനെ കൊടുക്കാൻ വേണ്ടി? യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ 1000 രൂപ ഉണ്ടായത് ഞാൻ മനഃപൂർവ്വം തരാത്തതാണ്. അതെന്ത്? ഇതല്ലേ അനുഭവം, തന്നാൽ തിരിച്ചു തരില്ല. ആ പൈസ നേതാവ് വെള്ളത്തിലോട്ട് എഴുതി വെച്ചാൽ മതി. ഇവിടെ വെള്ളത്തിലൊന്നും എഴുതി തള്ളാക്കൂല. ഇത് പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത പൈസ, പൈസ കൃത്യമായിട്ട് ഉണ്ടാവണം. ഞാൻ കയ്യിൽ നിന്ന് വെച്ചോളാം. ഇതിൽ അത് കയ്യിൽ നിന്ന് വെക്കണോ? ഇല്ലല്ലോ. എവിടെ പോയി? പാർട്ടി ഓഫീസിൽ പോയി. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതെയോ? പാർട്ടി ഓഫീസിൽ ഞാൻ അന്വേഷിച്ച് പോയതല്ലേ. ഫോൺ സൈലന്റ്. പാർട്ടി ഓഫീസിൽ പോയോ? പിന്നെ അന്വേഷിച്ച് പോയി. എന്നാല് പാർട്ടി ഓഫീസ് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മീറ്റിംഗിന് പോയതായിരിക്കും. എന്തേ ഇന്നലെ വന്നല്ലോ? ചെറിയ കാര്യം, നമ്മള് പഴയ സുഹൃത്തുക്കളല്ലേ. അന്ന് വന്നപ്പോഴേ ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റിയില്ല. മോളോടെ പോയി? കൊച്ചു ട്യൂഷന് പോയി. ട്യൂഷന് പോയാ? ഇപ്പൊ വരുമല്ലേ അല്ലേ? ഇനിയിപ്പോ യവൻ എപ്പോഴും വരും? ക്ലീറ്റോ ഇനിയിപ്പോ ഇച്ചിരി ഇരുട്ടായിരിക്കും. രാത്രിയാലും വരുമല്ലേ അല്ലേ? വരും. എനിക്കറിയാം, അവൻ ഇവിടെ വരാതെ എവിടെ പോവാൻ. പെങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കി ഒരു ചായ എടുത്തുണ്ടോ? ചായയിലും കുഴപ്പമില്ല, ഒരു കട്ടൻ ചായ എങ്കിലും എടുത്താൽ. പെങ്ങളെ ഇതേ എത്ര സെന്റ് സ്ഥലം ഉണ്ട് ഇത് മൊത്തം? മൊത്തം ഒരു 10-35 സെന്റ് ഉണ്ട്. ഞാൻ അന്ന് വന്നപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ അങ്ങോട്ട് വിട്ട് ഇടിച്ച് കളഞ്ഞിട്ടേ ഒരു നല്ലൊരു ഫ്ലാറ്റ് അങ്ങോട്ട് പണിയാൻ വേണ്ടി. ബാക്കി ഒരു നല്ല ചായ എടുത്തുണ്ടോ? പോയിട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം. പാലില്ല കേട്ടോ. പാലില്ലേ കുഴപ്പമില്ല, ഒരു കട്ടൻ ചായ മതി. പോയിട്ടോ. അയ്യോ പാവം, ഇവൻ എവിടെ പോയതായിരിക്കും? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വല്ല ബാറിൽ വല്ലതും പോയത് തന്നെ. അങ്ങനെ പോകും. ചൂട് കുറവായി. ചൂടൊക്കെ മഴ സമയല്ലേ, ചൂടൊന്നും കിട്ടൂല. പിന്നെ ഇതിപ്പോ എന്താന്ന് വെച്ചാലേ എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. അത് കുഴപ്പമില്ല, പൊങ്ങ നോക്കിയാ ഞാൻ അവിടെ ഇരിക്കാം. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവന്റെ വീട്ടിൽ വന്നിരിക്കാൻ വേണ്ടി എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട്? ഞാനും അവൻ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുട്ടത്തൊക്കെ എവിടെയെല്ലാം ഇരുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഞാനും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് വന്നപ്പോ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അവൻ്റെ അടുത്ത്. അതല്ലേ ഞാൻ അന്നൊന്ന് പണിയും ചെയ്തിട്ട് അങ്ങ് പൊക്കളഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്. അതെ ഞാൻ ക്ലീറ്റോനെ ഒന്ന് വിളിച്ചു നോക്കാം, ഏട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഒന്ന് വിളിച്ചു നോക്കിയാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, വരട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, വിളിച്ചു നോക്കാം. വിളിച്ചു നോക്ക്. ഈ കൊടിയൊക്കെ ഒന്ന്
കഴുകി വെക്കണം കേട്ടാ. അത് ഇതായിപ്പോയി. എന്ത് തങ്കം? എപ്പോ? അതെയോ? അതെ, ഞാൻ ഈ ദുനിയാവിലെ ഇല്ലെന്ന് പറഞ്ഞു. ആലപ്പുഴ പോയി എന്ന് പറ. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് പോയി മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറ. പൈസ എന്ന് ചോദിച്ചാൽ കൊടുത്തു കളയരുത്. ഇവിടെ വന്നിട്ട് പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും ഒഴിവായിക്കോ. ശരി ശരി. ചായ കുടിച്ചോ? ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവത്തിന്റെ കാര്യം വേണം അവനെ എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചത്. ആർക്ക് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു ആപത്ത് വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് വാടി എത്തി എന്ന് ഒരാളെ കാണാൻ വേണ്ടി ഒരാളായില്ലേ? അത്യാവശ്യത്തിന് വാടി വന്നു കഴിഞ്ഞാലും എവനെ കണ്ടാ മതിയല്ലോ. അല്ലേ? ഇതിപ്പോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. ഞാനിപ്പോ ക്ലീറ്റോനെ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? വിളിച്ചപ്പോഴേ ക്ലീറ്റോന് ഇപ്പൊ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. ഓ, അപ്പൊ രാത്രിയാവും വരാൻ. ഒരു 12:30 1 മണിയാവും. 1 മണിയൊക്കെ ആവൂല്ലേ? നിങ്ങൾ എവിടെ പോണെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ കൂട്ടിരിക്കാം. കുഴപ്പമില്ല, അവിടെ കാവിലിരുന്നോളാം. എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നല്ലതാണ്, ചേട്ടനെ പോലെ ഒരാളുള്ളതല്ല. പക്ഷെ ഇപ്പൊ അമ്മാവൻ പറഞ്ഞപ്പോഴേ അമ്മാവൻ ഇപ്പൊ അവിടെ നിന്ന് വരാന്ന് പറഞ്ഞു. അമ്മാവൻ വരാന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണ്ട, പോട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ല, ഞാൻ വന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞാ ഞാൻ കേട്ടാ. അവര് പറഞ്ഞ ഞാൻ വന്ന് അന്വേഷിച്ചെന്ന്. നല്ല സൂപ്പർ കട്ടൻ ചായ കേട്ടാ, കൊള്ളാം. അന്നത്തെ ഊണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഊണായിരുന്നു. വേറെ ദിവസം ഞാൻ വരാം. അവന് വരുമ്പോ പറഞ്ഞേക്കണേ. ഞാൻ വന്ന് അന്വേഷിച്ചിട്ട് പോയി. 2ാമത്തെ പ്രാവശ്യം പറഞ്ഞത് പറയണം കേട്ടാ. ശരി ശരി. പെങ്ങളെ, ഞാൻ വന്ന കാര്യം പറയണം കേട്ടാ. കാരണം അത്യാവശ്യമാണ്, എനിക്ക് അവനെ കണ്ടേ പറ്റും. 2 ദിവസത്തിനകത്ത് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. പറയണം കേട്ടാ. കുട്ടൻ വന്ന് പറഞ്ഞാ മതി. ശരി ശരി. അല്ല, ക്ലീറ്റസിനെ കാണാൻ വേണ്ടി നമ്മളെ നേതാവേ. നേതാവിനെ കാണാൻ വന്നത് ആരാണ്? ഞാൻ പഴയൊരു കൂട്ടുകാരൻ തന്നെ. ആരെ കൂട്ടുകാരൻ? ക്ലീറ്റസിന്റെ. കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസം പറഞ്ഞ ഒരു 5 കൊല്ലം വരെ വെളിയിലായിരുന്നു, ഗൾഫിൽ. ഓ, നിങ്ങൾ? ആശാരിപ്പണി. ഇവിടെ വന്നിട്ട് ഇപ്പം പണി ചെയ്യാനുണ്ട്. ക്ലീറ്റസിന്റെ അവിടെ കഴിഞ്ഞ ഒരു 4 ദിവസമായി ഓടിന്റെ പണിയൊക്കെ ഞാനല്ലേ ചെയ്തത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാണ്. മനസ്സിലായി, കിട്ടൂല. മനസ്സിലായി. ക്ലീറ്റസിന് അങ്ങനെയാണ്. നമ്പറൊക്കെ അറിയാം, ഫോൺ നമ്പറൊക്കെ അറിയാം. ആരെ ഫോൺ എടുക്കണം, ആരെ ഫോൺ എടുക്കണ്ട എന്നുള്ളതൊക്കെ വൃത്തിയായിട്ട് അവനെ അറിയാം. വീട്ടിൽ ചോദിച്ചപ്പോൾ ആലപ്പുഴ പോയെന്ന് പറഞ്ഞു. ആലപ്പുഴ? അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യമില്ല, നേരെ വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. കുറച്ച് സമയം കയറി ഇറങ്ങേണ്ടി വരും അവനെ കാണണമെങ്കിൽ. വരണം നീ പറഞ്ഞ ക്ലീറ്റസ്. അത് ക്ലീറ്റസ് ഒന്നുമല്ല. അതുപോലെ ആലപ്പുഴ പോയ ക്ലീറ്റസ് എങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്? അത് ശരിയാണ്, എനിക്ക് തോന്നിയായിരിക്കും. എനിക്ക് തോന്നിയായിരിക്കും. ശരി, നാളെ വന്ന് കണ്ടോളാം. നാളെ വരുന്നാളെ വന്ന് കണ്ടാൽ ശരി. നീ ആരുടെ കുമ്പിടിയാ? ഇപ്പോഴല്ലേ നീ അവിടെ കണ്ട നിന്നെ? നീ ഏതോ ഇവിടെ എത്തിയ? ഞാൻ പല വഴി കൂടെ എൻ്റെ വീട്ടിൽ എത്തും. നിനക്കെന്ത് കുഴപ്പം? വഴികളൊക്കെ നല്ല പരിചയമാണല്ലേ, ഇങ്ങനെയുള്ള സ്വഭാവം ആയതുകൊണ്ട് ഓടി ഓടി. കൊള്ളാം. നിന്നെ അന്വേഷിച്ച് നിന്റെ ഒരു കൂട്ടുകാരോടെ വന്നിരിക്കുന്നുണ്ട്. എന്നെ? ഒരു ഗൾഫിലായിരുന്നു അവൻ. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ എന്നെ അന്വേഷിച്ച് ഒരുപാട് പേര് വരും കേട്ടാ. അതെനിക്ക് മനസ്സിലായി, നീ പൊതുപ്രവർത്തനാണ്, നിന്നെ അന്വേഷിച്ച് വരുമെന്നുള്ളത്. നീ അവനെ ഏത് രീതി പറ്റിച്ചെന്ന് പറ. അവൻ ഗൾഫിൽ ഇരുന്നപ്പം പറ്റിച്ചതാണ്, അത് അവിടെ വന്നതിന് ശേഷം പറ്റിച്ചതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുതേ കേട്ടാ. നീ കാര്യം അറിയാതെ സംസാരിക്കരുതേ അമ്പിളി. അവൻ ആരാണ് എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. നീ ഇപ്പൊ പരിചയപ്പെട്ടാലേ ഉള്ളൂ കേട്ടാ. കേട്ടാ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. എടേ, അവ ആരാണ് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. നീ ആരാണ് എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. നീ പലതും അറിയും കമ്പിളി കേട്ടാ. നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം മനസ്സിലായടാ, നല്ല മനസ്സിലായി, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എടാ, ആ പാവത്തിനെ പറ്റിച്ച പൈസ കൊണ്ട് കൊടുറാ, പോടാ.
മരപ്പണി ചെയ്യണ പൈസ അല്ലടാ കൊണ്ടുപോ. അത്ര തെണ്ണാണെങ്കിൽ നീ ഓടാ. നീ വാങ്ങിച്ച് എല്ലാവരും പോയി വാങ്ങിച്ചിടാ, ഞാൻ കൊടുക്കാടാ. നീ വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തോളാം. നീ ഇത് ഇങ്ങോട്ട് ഇടപെടാൻ പറഞ്ഞ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ താമസിക്കുന്നത് ഞാൻ കൂടെ താമസിക്കാണ്. ഇവിടെ അടി ഉണ്ടാക്കരുത് ആരും. നീ ആരെ വീട്ടിലാണ് താമസിക്കാനുള്ള കാര്യം നീ ആരെ വീട്ടിൽ അങ്ങനെ വാടക കൊടുത്തിട്ടുള്ള താമസിക്കുന്നത്? വാടക കൊടുക്കുന്നുണ്ട് നീ. സംസാരിക്കും. ഇവിടെ വന്നാൽ വിളക്കൊണ്ടാ സംഭവിക്കില്ല കേട്ടാ. പൈസ വാങ്ങിക്കണം. നീ നിന്റെ കാര്യങ്ങൾ നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടാ. ഞാൻ ഇന്നാളെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ ഇടപെടൽ നല്ല രീതിയിൽ പെരുമാറാ. ഓടാ നീ എന്റെ ഈ പറ്റിപ്പല നിർത്ത്. ഹലോ, എന്ത് കുട്ടപ്പാ? കുട്ടപ്പ, ഞാൻ ആലപ്പുഴ നിൽക്കുകയാണ്. ഇന്നല്ല നാളെയൊക്കെ ആവും വരാൻ. ഇല്ല ഇല്ല. ഹലോ 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 ഇവിടെ ആരുമില്ലേ? ചേച്ചി ക്ലീറ്റസ് സാറിന്റെ വീടല്ലേ? അതെ, ഞാൻ കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യയാ. ഏത് കുട്ടപ്പൻ ചേട്ടൻ? ആശാരിപ്പണി കുട്ടപ്പൻ ചേട്ടൻ. ഓ, എന്താ വന്നേ? ഞാൻ ക്ലീറ്റസ് സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കോ? നിക്കിട്ടോ, വിളിക്കാം. ക്ലീറ്റോ ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വാ. കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ. ഞാൻ കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ. അത് ശരി. നിങ്ങളെന്താ പിണക്കമൊക്കെ ആയിരുന്നില്ലേ? ഇപ്പൊ പിണക്കൊന്നുമില്ല, മാറി. അതെപ്പോഴും? കുറച്ചു നാളായി ഇപ്പൊ നേരെ പോകുന്നു. കുട്ടപ്പ എവിടെ? ചേട്ടൻ രാവിലെ മലപ്പുറത്ത് ജോലിക്ക് വേണ്ടി പോയിരിക്കുക. അത് ശരി. ജോലിക്കൊക്കെ പോയി തുടങ്ങിയല്ലേ? ഇപ്പൊ കുടുംബമൊക്കെ നോക്കണുണ്ട്. ഓ, മലപ്പുറത്ത് പറയുമ്പോ എല്ലാ ദിവസവും വരാനൊന്നും പറ്റൂലായിരിക്കും. ഇല്ല കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നന്നായി. കൊച്ചിപ്പോ വന്ന കാര്യം? ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ആശുപത്രി കിടന്നിരുന്നല്ലോ, സാറിന് അറിയാലോ അത്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ആശുപത്രി കുട്ടവന്റെ വൈഫ് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോ ചേട്ടൻ സാറിന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചിരുന്നേ. ഓ, അതെ, അത്യാവശ്യം. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണല്ലോ, ചോദിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ കൊടുത്തിരുന്നു. അത് സാറിന് തരാൻ വേണ്ടി ചേട്ടൻ കുറച്ച് ദിവസം ഇവിടെ വന്നിരുന്നു. അത് ചേച്ചി കണ്ടിരുന്നു. ആ പൈസ തിരിച്ചു തരാനായിട്ട് ഇവിടെ വന്നിരുന്നു? അതെ വന്നിരുന്നു. എന്നിട്ട് അവൻ ഒന്നും പറഞ്ഞില്ലേ നിന്നോട്? വന്നു, വെറുതെ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് അങ്ങ് പോയി. എന്നോട് പറഞ്ഞില്ല ഇതിനാ വന്നതെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നിരുന്നു, അത് തരാൻ വേണ്ടിയാ വന്നിരുന്നത് ചേട്ടൻ. ഓഫീസിലും വന്നെന്ന് പറഞ്ഞ ഞാൻ, പക്ഷെ തിരക്കായി പോയി, അതുകൊണ്ട് അവനെ കാണാൻ പറ്റിയില്ല. അത് സാരമില്ലായിരുന്നു, ഇത്ര ധൃതിയൊന്നുമില്ല. സാവകാശം തന്നാലും മതിയായിരുന്നു. അത് കണ്ട് തരാൻ വേണ്ടിക്കാ വന്നിരുന്നു. അപ്പൊ സാറിനെ കാണാത്തോണ്ടാ ചേട്ടൻ പോയത്. അപ്പം രാവിലെ പോയപ്പോഴും വിളിച്ചു പറഞ്ഞു സാറിന് 1000 രൂപ തരാനുള്ളത് തരണേന്ന് പറഞ്ഞിരുന്നു. അത് തരാനാണ് ഇപ്പൊ വന്നേ. അതൊന്നും ഒരു അത്യാവശ്യമൊന്നും അല്ലായിരുന്നു. അതിപ്പോ ചേട്ടൻ അങ്ങനെ ആരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ ഒരു സമാധാനം കാണത്തില്ല. അതാ അത് എല്ലാവർക്കും അങ്ങനെ, ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നം അതാണ്. കടം കിടന്നാലത് വലിയതാണ്. അപ്പൊ സാറിത് വാങ്ങണം. അപ്പൊ നന്ദി, വളരെ ഉപകാരം. സഹായിച്ചിട്ട് ഉപകാരം. ഒന്നും വേണ്ട. കുട്ടപ്പൻ ചേട്ടനോട് ഞങ്ങളുടെ അന്വേഷണം പറയണായിരിക്കും. വരാൻ പറയൂ. ഞാൻ ഇടയ്ക്ക് വരാൻ പറയാം. ചേട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരും. അപ്പോഴത്തേക്ക് പറയാം. കുടുംബമായിട്ട് വരണം കേട്ടോ. വരാം. ശരി, നന്ദി. ശരി സാർ, സ്പോട്ട്. കഷ്ടായിപ്പോയല്ലേ, വെറുതെ പാവത്തിന് സംശയിച്ചു. വെറുതെ കൂട്ടപ്പനെ സംശയം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ അപ്പോഴും എന്തു പറഞ്ഞു? അത് വേണ്ട. എന്തായാലും കുട്ടപ്പൻ ചേട്ടൻ ഞാൻ സമ്മതിച്ചു കേട്ടോ. നിവൃത്തിയില്ലെങ്കിലും കടം മേടിച്ച പൈസ ആയാലും തിരിച്ചു തരാനുള്ള മാന്യത കാണിച്ചു. നിങ്ങൾ എന്താ ക്ലീറ്റോ അങ്ങനെ ആവാത്തെ? Alien versus Alien.